Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട MS-ന്റെ പ്രഡിക്ഷൻ വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ 3 കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? എന്താ? ഒന്ന്, ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. രണ്ടാമത്തേത്, പൊന്നുമക്കളെ, നിങ്ങൾക്ക് ഈ PDF, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഡിക്ഷൻ്റെ ഒരു വലിയൊരു PDF ആണ്. ആ ആൻസർ കീ അടക്കം കൊടുത്തിട്ടുണ്ട്. ഈ PDF നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്സപ്പ് ചാനലിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ PDF എന്താവുള്ളൂ? വിസിബിൾ ആവുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നാളെ നിങ്ങൾക്ക് SS പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഏതാ പരീക്ഷ? ഫിസിക്സ് അല്ലേ? ആ ഫിസിക്സ് തിങ്കളാഴ്ച രാത്രി 7:15 നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനും നേഹാമിസുമാണ്. തീർച്ചയായിട്ടും MS-ന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവരും കയറി വരണം. കാര്യം അതിൽ 20 പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 20 പ്രധാനപ്പെട്ട എക്സാമിന് കാണാൻ പോകുന്ന ചോദ്യങ്ങൾ ആ ഒറ്റ വീഡിയോയിൽ നിന്ന്, ആ ഒറ്റ ലൈവിൽ നിന്ന് 40-ൽ നിങ്ങൾക്ക് 40 മാർക്കും കിട്ടും. MS-ന്റെ സബ്ജക്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും 40-40 ഞാൻ സ്ലൈഡിൽ തന്നിരിക്കും. ഡോണ്ട് വറി. അപ്പോൾ 7:15 PM തിങ്കളാഴ്ച രാത്രി MS സൊല്യൂഷൻസിന്റെ SSLC ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വന്നേ പറ്റുള്ളൂ. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് പിറ്റേ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേ ചോദ്യങ്ങൾ, അതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ, പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. പലരും എന്ത് ചെയ്യാറില്ല, എക്സാം കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് വന്ന് പറയാറില്ല. എന്തായാലും എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, MS സൊല്യൂഷൻസിൻ്റെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ അതാ 50% ഓഫർ ഉണ്ട്. 50% ഓഫർ ഉണ്ട്. ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടി തീരുന്ന ഓഫറാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു 9:30 ആകുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടി തീരുന്ന ഓഫറാണ്. ഈ നിങ്ങൾ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അതായത് 7000 രൂപയുടെ ന്യൂട്ടൺ എന്ന് പറയുന്ന MS-ന്റെ ഫുൾ പേപ്പർ സോൾവ് ഫുൾ മാർക്ക് എന്ന് പറയുന്ന കോഴ്സ് എന്ത് ചെയ്യാണ്? 3500 രൂപക്ക് പകുതി വിലക്ക് തരികയാണ്. 50% ഡിസ്കൗണ്ട് ആണ്. ഇന്ന് ഞായറാഴ്ച രാത്രി 10 മണി വരെ ഈ ഒരു ഓഫർ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 3 മൊബൈൽ നമ്പർ ഉണ്ട്. 3 മൊബൈൽ നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഓർ കോൺടാക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ല, വാട്സപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഒരയച്ചു തരും കേട്ടോ. ഓക്കെ, 3 നമ്പർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറക്കരുത്. യെസ്, കാര്യത ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഓണം എക്സാമിന് മാത്രമല്ല പ്രഡിക്ഷൻ ഉള്ളത്. ഡിസംബറിൽ പ്രഡിക്ഷൻ ഉണ്ട്, മോഡലിൽ പ്രഡിക്ഷൻ ഉണ്ട്. മെയിൻ എക്സാമിന് ആര് പ്രഡിക്റ്റ് ചെയ്യും? MS പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, പ്രഡിക്റ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ, അല്ല എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. വെറുതെ വീഡിയോ ഞാൻ ലാഗ് അടിക്കുന്നില്ല. സോഷ്യൽ സയൻസ് പോലുള്ള 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് വെറുതെ ഇരുന്ന് കണാകുണ പറഞ്ഞു കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആവും. ആയിക്കോട്ടെ, ഇതാ MS-ന്റെ പ്രഡിക്ഷൻ. സ്വാഗതം. SSLC നാളത്തെ ഓണം എക്സാമിന് ഉറപ്പിച്ചോളി മക്കളെ. SSLC ഓണം എക്സാം 2024-ൽ ചോദിച്ചിരിക്കും എന്ത്? ഫാസിസത്തിൻ്റെ കാറ്റസിക്സ്. ഫാസിസവും പഠിക്കാനുണ്ട്, നാസിസവും പഠിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ MS പ്രഡിക്റ്റ് ചെയ്യുന്നത് ഫാസിസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അല്ലെങ്കിൽ ഫാസിസത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ ഉറപ്പിച്ചോ മക്കളെ. യെസ്, അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡിഡ് ദ കൊളോണിയൽ റൂൾ എഫക്ട് ദ ലൈഫ് ഓഫ് നാറ്റീവ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക? കോളനി ഭരണം ലാറ്റിൻ അമേരിക്കയിലെ ജനജീവിതത്തെ ബാധിച്ചതെങ്ങനെ? ലാറ്റിൻ അമേരിക്കയിലൂടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു 4-5 പോയിന്റുകളില്ലേ, അത് എക്സാമിന് നിങ്ങളോട് ചോദിക്കും. സോ നാളത്തെ SSLC ഓണം എക്സാം 2024-ൽ ചോദിച്ചിരിക്കും. ലാറ്റിൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ചോദ്യം ചോദിച്ചിരിക്കും. യെസ്, അതിൻ്റെ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസർ കീ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ട് സമയം വേസ്റ്റ് ആക്കുന്നില്ല. അടുത്ത നോക്കിക്കേ. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നാളത്തെ ഓണം എക്സാമിൽ ചോദിച്ചിരിക്കും. ഓണം എക്സാമിൽ ചോദിച്ചിരിക്കും ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പഠിക്കണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓരോരോ പോയിന്റുകളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റുകളും പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കേ. കമ്പയർ ദ സമ്മർ സോൾസ്റ്റൈസ് ആൻഡ് വിന്റർ സോൾസ്റ്റൈസ്. അതായത് ശൈത്യ അയനാന്ത എന്നൊക്കെ വായിക്കുന്നത് ശൈത്യ അയനാന്ത ദിനവും ഗ്രീഷ്മ അയനാന്ത ദിനവും താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്തോളൂല്ലേ. സോ സമ്മർ സോൾസ്റ്റിസും വിന്റർ സോൾസ്റ്റിസും ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ഇതേ ചോദ്യം മേ ബി നാളത്തെ പരീക്ഷാ പേപ്പറിൽ ആവർത്തിച്ചേക്കാം. SSLC ഓണം എക്സാം
2024 ഉറപ്പിച്ചോ മക്കളെ? സീസണുകളെ കുറിച്ച്, സമ്മറിൻ്റെയും വിൻ്ററിൻ്റെയും സോൾസ്റ്റേസിനെ കുറിച്ച് ചോദിക്കും. യെസ്, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നോക്കിക്കേ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ. ഏത് സാറ്, ഏതൊരു യൂട്യൂബിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഏതൊരു അധ്യാപകനും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നാളത്തെ SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഉദ്യോഗവൃന്ദത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചിരിക്കും. പഠിച്ചുകൊള്ളണേ ചെറുപ്പക്കാരാ, പഠിച്ചുകൊള്ളണേ ചെറുപ്പക്കാരി. വിട്ടോളില്ലല്ലോ, ഓരോ ഫീച്ചേഴ്സും പഠിക്കണം കേട്ടോ. സവിശേഷതകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയിന്റ് വൈസ് എങ്കിലും പഠിച്ചു വെച്ചിട്ട് എക്സാം ആളിൽ പോയി തകർത്ത് തിമിർത്ത് എഴുതിക്കൊള്ളാം. യെസ്. അടുത്ത നോക്കിക്കേ, ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി. ജനസംഖ്യാ പഠനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ചോദിക്കും പരീക്ഷയ്ക്ക്. പോപ്പുലേഷൻ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് നാളത്തെ എക്സാമിൽ ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? യെസ്, യെസ്. അടുത്ത് നോക്കിക്കേ, എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്ത് കെയർ ഹെൽപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ആരോഗ്യ പരിപാലനം മാനവശേഷി വികസനത്തെ സഹായിക്കുന്നത് എങ്ങനെ എന്നുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നാളത്തെ എക്സാമിന് പ്രതീക്ഷിച്ചേക്കാം. നിങ്ങൾ പഠിക്കല്ലോ അല്ലേ? ഞാൻ ഓൾറെഡി ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആപ്പിലെ കുട്ടികൾക്ക് ഇന്നലെ തന്നെ ഞാനും നമ്മുടെ പിന്നെ എന്താ പറയുക, ജോഗ്രഫി അധ്യാപകനായിട്ടുള്ള, സോഷ്യൽ സയൻസ് അധ്യാപകനായിട്ടുള്ള സക്കീർ സാറും കൂടി നിന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് യൂട്യൂബിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസ് എൻ്റെ ഒരു സബ്ജക്റ്റ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഞാനല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാര്യം ഈ SSFിൻ്റെ പ്രധാനപ്പെട്ട അധ്യാപകർ നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ അവർ പറയും ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കാൻ MS പറഞ്ഞു കൊടുക്കണം കുട്ടികളോട്. അപ്പം അത്ര അതേ MS ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം എന്ന് മാത്രമാണ് ചെയ്യുന്നത്. അതിനർത്ഥം ചോദ്യപേപ്പർ ചാമ്പുക എന്നാണോ? ചോദ്യപേപ്പർ ചോർത്തുക എന്നാണോ? അല്ല. നിങ്ങൾ അതെങ്കിലും പഠിച്ചിട്ട് പോകണമെന്ന് എടാ എക്സാമിൻ്റെ തലേന്ന് നിങ്ങളുടെ ട്യൂഷനിലോ സ്കൂളിലോ തന്നെയാണെങ്കിൽ അധ്യാപകർ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചിട്ടില്ലേ, മക്കളെ ഇതൊക്കെ പഠിക്കാനട്ടോ, ഇതൊക്കെ പഠിച്ചിട്ട് പോണേ. പിറ്റേ ദിവസം അതേ സാറ് പറയും ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നില്ലേ. ഇത് എല്ലായിടത്തുള്ള സിസ്റ്റമാണ്. പിന്നെ ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കേരളത്തിൻ്റെ സ്റ്റേറ്റ് സിലബസിനെ കളിയാക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. എന്തോ കുഴപ്പമില്ല. ഓക്കെ. അടുത്ത് നോക്കിക്കേ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്. മൺസൂൺ കാറ്റുകളുടെ രൂപം കൊള്ളലിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ചോദിച്ചേക്കാം പരീക്ഷയ്ക്ക്. നാളത്തെ SSLC ഓണം എക്സാം 2024 മൺസൂൺ വിൻഡിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കും. ഓക്കെ അല്ലേ? എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെക്കണം. പൊന്നുമക്കളെ നോക്കിക്കേ, ഗ്രീനിച്ച് മെറിഡിയൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. വൈ? ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട മെറിഡിയനാണ് ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കാനുള്ള റീസൺ എന്താ? പഠിച്ചു വെക്കണം. ജോഗ്രഫിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് വൈസ് പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ലിസ്റ്റ് ഔട്ട് പ്ലാനറ്ററി വിൻഡ്, എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി MS യൂട്യൂബിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നാളത്തെ SSLC ഓണം എക്സാം 2024 6 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ വരുന്നത് അത് മേ ബി പ്ലാനറ്ററി വിൻഡിൽ നിന്നായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഓരോ കുറേ ഉണ്ടല്ലോ, അതായത് 3 ഉണ്ട്. ട്രേഡ് വിൻഡ് ഉണ്ട്, വെസ്റ്റ്ലൈസ് വിൻഡ് ഉണ്ട്, പോളാർ വെസ്റ്റ്ലൈസ് ഉണ്ട്. അതായത് വാണിജ്യവാദങ്ങളുണ്ട്, പശ്ചിമവാദങ്ങളുണ്ട്, ധ്രുവീയ പൂർവ്വവാദങ്ങളുണ്ട്. ഏതൊക്കെ വാദങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ പഠിച്ചിട്ട് പോവുക. ഇന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. പ്ലാനറ്ററി വിൻഡ് മേ ബി എല്ലാ പരീക്ഷകളിലും, എല്ലാ ഓണപ്പരീക്ഷൻ്റെ ഒരു സിസ്റ്റങ്ങൾ എടുത്ത് നോക്കിയാൽ 2019, 2022, 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം പ്ലാനറ്ററി വിൻഡ് 6 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്ത് നോക്കിക്കേ, identify the days during which sunrise fall vertically over the given latitudes. Explain the peculiarities of these days. അതായത് ചുവടെ നൽകിയിരിക്കുന്ന അക്ഷാംശങ്ങളിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്ന ദിവസങ്ങൾ ഏതെല്ലാം, ഈ ദിനങ്ങളുടെ പ്രത്യേകതകൾ വിവരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ, പിന്നെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ. ഇത് ഈ രേഖകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം 6 മാർക്കിൻ്റെ ഒരു ചാൻസ് ക്വസ്റ്റ്യനാണ്. പറയാൻ പറ്റില്ല. 6 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ ഇതായിരിക്കും വരിക. ഇനി അഥവാ പ്ലാനറ്ററി വിൻഡ് ആണെങ്കിൽ ഈ സംഗതി 6ന് പകരം മേ ബി 3 മാർക്കിന് ചോദിച്ചേക്കാം. അതുകൊണ്ട് ഏതാണ് എന്ന് പറയാൻ പറ്റൂല. രണ്ടും, ഒന്ന് 6ന് ചോദിച്ചാൽ ഇത് 3, ഇത് 3 ആണെങ്കിൽ അത് 6. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ബെനിഫിറ്റ്സ് ഓഫ് ഗവേണൻസ് ടു ദ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം, ഇത് മേ ബി ഇതേ ചോദ്യം തന്നെ എക്സാമിന് വന്നേക്കാം. ഗവേണൻറ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തെന്നുള്ളത് കൃത്യമായിട്ട് പരീക്ഷാ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാകണം മക്കളെ.
അടുത്ത നോക്കിയേ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ വിവിധ തലങ്ങൾ ഏതെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നാളത്തെ SSLC ഓണം എക്സാം 2024 ഇതേ ചോദ്യം ചോദിച്ചിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, യെസ്. അടുത്ത നോക്കിക്കേ, എക്സ്പ്ലെയിൻ ദ റഷ്യൻ റവല്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ്. അതായത് എക്സാമിന് 2 വിപ്ലവങ്ങളാണ് MS പ്രഡിക്റ്റ് ചെയ്തത്. ഓർമ്മണ്ടല്ലോ, MS പ്രഡിക്റ്റ് ചെയ്തത് ഒന്ന് ചൈനീസും അതോടൊപ്പം തന്നെ ഒന്ന് റഷ്യനുമാണ്. ഓക്കെ, അപ്പോൾ MS പ്രഡിക്റ്റ് ചെയ്തത് ഇതിലേതായിരുന്നു? അത് ചൈനീസ് ആയിരുന്നു. സോ നാളത്തെ SSLC ഓണം എക്സാം 2024 നാളത്തെ SSLC ഓണം എക്സാം 2024 MS പ്രഡിക്റ്റ് ചെയ്യുന്നത് ചൈനീസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചൈനീസ് ആണെങ്കിൽ നിങ്ങൾ കഴിച്ചിലായി, കാര്യങ്ങൾ അത് പഠിച്ചു പോവുമല്ലോ. ഇനി അഥവാ റഷ്യൻ ചോദിച്ചാൽ ഇന്നൊന്നും പറയരുത്. എന്തായാലും MS പ്രഡിക്റ്റ് ചെയ്യുന്നത് ചൈനീസ് ആണ്. നിങ്ങൾ എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്ന വിപ്ലവം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സോഷ്യൽ ഡെമോക്രാറ്റ്. അതിൻ്റെ ആൻസർ കീയാണത്. അപ്പോൾ റഷ്യൻ വിപ്ലവം ചോദിച്ചാൽ ഇതൊക്കെ എഴുതുക. ഇനി അതല്ല ചൈനീസ് റവല്യൂഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചത്, ഒരു വട്ടമല്ല ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എക്സ്പ്ലെയിൻ ഹൗ ചൈന ബിക്കം പീപ്പിൾസ് റിപ്പബ്ലിക്. അതായത് ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയത് എങ്ങനെയെന്ന് വിശദമാക്കുക. അപ്പോൾ 6 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആയിരുന്നു. മേ ബി ഇതുപോലെ തന്നെ വന്നേക്കാം. ഓക്കെ അല്ലേ? ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചായിരിക്കും നാളത്തെ എക്സാമിന് മേ ബി 6 മാർക്കിന് ചോദിക്കുന്നുണ്ടാവുക. അടുത്ത് നോക്കിക്കേ, ഡിസ്കസ് ദ നീഡ് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസ്. ജനസംഖ്യാ പഠനത്തിൻ്റെ ആവശ്യകത വിശദമാക്കുക. ജനസംഖ്യാ പഠനത്തിൻ്റെ ആവശ്യകത വിശദമാക്കുക. അത് കൃത്യമായിട്ട് പോപ്പുലേഷൻ സ്റ്റഡീസിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഓരോന്നും നീഡ് ഫോർ പോപ്പുലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഉറപ്പിച്ചോളി മക്കളെ, നാളത്തെ SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും എന്ത്? പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഏതെല്ലാം? അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. പഠിച്ചു വെക്കണേ. ആൻസർ കീ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത നോക്കിക്കേ, ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം വാസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഐഡന്റിഫൈ അതർ റീസൺസ്. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കുള്ളൊരു കാരണം. മറ്റ് കാരണങ്ങളേവ? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ എത്ര മാർക്കാന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അതുകൊണ്ട് എൻ്റെ ആൻസർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ, വാട്ട് ആർ ദ റീസൺസ് ഫോർ കുറിച്യ റിവോൾട്ട്. കുറിച്യ കലാപത്തിന് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം? 2 എണ്ണമല്ലോ അല്ലേ? കുറിച്യുണ്ട്, പിന്നെ ഏതായിരുന്നു? കുറിച്യൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ. സോ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ളത് കുറിച്യയാണ്. അതുകൊണ്ട് SSLC ഓണം എക്സാം 2024 കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, കുറിച്യ റിവോൾട്ട് അറിയാലല്ലേ, പഠിക്കാൻ അറിയാലോ. യെസ്. അടുത്ത് നോക്കിക്കേ, ഡിഫറൻഷിയേറ്റ് നമ്മുടെ റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് മഹൽവാരി സിസ്റ്റം. റൈറ്റ് വാരി സിസ്റ്റത്തിൻ്റെയും മഹൽവാരി സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പരീക്ഷാ പേപ്പറിൽ ചോദിച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. സോ ഇത് SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. ഞാൻ എല്ലാം എഴുതുന്നില്ല കേട്ടോ, എല്ലാം ചോദിക്കും. ഈ സ്ലൈഡിലുള്ള എല്ലാം ചോദിക്കും. അങ്ങനെ തന്നെ പഠിച്ചു പോകുക കേട്ടോ. ആൻസർ കീ ഇവിടെ ഉണ്ട്. ഇനി വാട്ട് ആർ സൈക്ലോൺസ്? പൊന്നുമക്കളെ, സൈക്ലോൺസുമായി ബന്ധപ്പെട്ട ചോദ്യം നാളത്തെ SSLC ഓണം എക്സാം 2024 ചോദിക്കും. കമ്പയർ ദ സൈക്ലോൺസ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ. ചക്രവാതങ്ങൾ എന്നാൽ എന്ത്? ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും ചക്രവാതങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് പരീക്ഷാ പേപ്പറിൽ ചോദിക്കുക തന്നെ ചെയ്യും. അടുത്ത നോക്കിക്കേ, ലിസ്റ്റ് ഔട്ട് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. എക്സ്പ്ലെയിൻ എനി 2 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഒരു തവണ essay ക്വസ്റ്റ്യൻ ആയിട്ട് 6 മാർക്കിന് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഓണപ്പരീക്ഷയ്ക്ക് ഞാൻ എൻ്റെ ഒരു മാജിക് എടുത്ത് സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്ത് 2019, 2022, 2023 എടുത്ത് നോക്കുമ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഒരു 6 മാർക്കിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും വരുന്നത് ഞാൻ കണ്ടത് ഏതായിരുന്നു? പ്ലാനറ്ററി വിൻഡാണ്. അല്ലെങ്കിൽ എന്ത് വന്നേക്കാം? പ്ലാനറ്റ് നമ്മൾ ഉത്തരായന രേഖ, ദക്ഷിണാരേഖ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കാം. പക്ഷേ പ്ലാനറ്ററി വിൻഡാണ് കൂടുതൽ സാധ്യത. പക്ഷേ അങ്ങനെ പ്ലാനറ്ററി വിൻഡ് 6 മാർക്കിന് വന്നാൽ ഈ സെക്ഷനൊക്കെ 3 മാർക്കിലേക്ക് ചുരുങ്ങും. ഏത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റൊക്കെ 3 മാർക്കിലേക്ക് വന്നേക്കാം. സോ തീർച്ചയായിട്ടും നാളത്തെ ഓണം എക്സാമിന് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കും. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആഗോള മർദ്ദ മേഖലകൾ ഏതെല്ലാം എന്ന് കൃത്യമായിട്ട് ചോദിച്ചിരിക്കും. ഓക്കെ,
അപ്പോൾ അതിൽപ്പെട്ട 2 മർദ്ദ മേഖലകളെക്കുറിച്ച് എഴുതാനും ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. 4 പഠിച്ചോളൂ, എന്താ പ്രശ്നം? അതിൻ്റെ ആൻസർ കീ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓരോ മർദ്ദ മേഖലയുടെയും ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ലിസ്റ്റ് എനി 3 പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻസ് ആൻഡ് സ്കിൽസ്. വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഏതെങ്കിലും 3 പദ്ധതികൾ പട്ടികപ്പെടുത്തുക. 3 മാർക്കിന് ഒരു തവണ പരീക്ഷാ പേപ്പറിൽ വന്നതാണ്, ഒരു തവണ അല്ല പലതവണ വന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചോദ്യം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏത് തരത്തിലും വന്നേക്കാം. പോപ്പുലേഷൻസുമായി ബന്ധപ്പെട്ടും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വന്നേക്കാം. ഓക്കെ, പിന്നീട് പറയാനുള്ളത് ഇതൊക്കെ ഇതാക്കണം. ICDS, SSA ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. RUSA കൃത്യമായിട്ട് പഠിക്കണേ. അതെന്തായാലും ചിലപ്പോൾ അത് ഫുള്ളായിട്ട് എഴുതാനൊക്കെ ചോദിച്ചേക്കാം, പറയാൻ പറ്റൂല. അടുത്ത് നോക്കിക്കേ, സോവിയറ്റ് യൂണിയൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട ചോദ്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. ഞാൻ പറഞ്ഞത് തന്നെ പോയി ടാബ് പൊട്ടി, നന്നായി, അസ്തഗ്ഫിറുല്ലാഹ്. കുഴപ്പമില്ല, ഈ സമയവും കടന്നു പോകും. ഓക്കെ, ചെറിയൊരു പൊട്ടലുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, SSLC ഓണം എക്സാം 2024 MS പറയുന്ന ചോദ്യങ്ങളെ വരൂ എന്നൊന്നും പറയരുത്. പറയുന്ന ചോദ്യങ്ങൾ അതുപോലെ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല. പക്ഷേ പറയുന്ന ചോദ്യങ്ങളെങ്കിലും പഠിച്ചു പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, കാര്യം 7 ചാപ്റ്റേഴ്സുകൾ, 4 3 ഹിസ്റ്ററിയിലെ 7 ജോഗ്രഫിയിലെ 3 ടോട്ടൽ 7 ചാപ്റ്റേഴ്സുകൾ ഒരേ തലേ ദിവസം പെട്ടെന്ന് റിവിഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് എല്ലാം കൂടി നടക്കൂല. അങ്ങനത്തെ കുട്ടികൾക്ക് ഈ ചോദ്യങ്ങളെങ്കിലും പഠിച്ചു പോകണേ. MS പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ലേ, ഇത് വരാറുണ്ടല്ലോ. ചിലതൊന്നും വരാറില്ല പോട്ടെ, പക്ഷെ വരാറുണ്ടല്ലോ. അങ്ങനെ നമ്മളൊരു പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ കൂടുതലും വരുന്ന ചോദ്യങ്ങളാണ് പൊതുവേ പ്രഡിക്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെങ്കിലും പഠിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, സൈഡിൽ കൂടിയ ചോദ്യപേപ്പർ ചോർച്ച, അല്ലെങ്കിൽ മണിക്കൂറോളം കഷ്ടപ്പെട്ട് സ്ലൈഡ് ഉണ്ടാക്കി അങ്ങനെ എന്നിട്ട് തലേ ദിവസം വന്ന് കുട്ടികളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പലരും പറയാനുണ്ടാവും. നമ്മളതിൻ്റെ വയ്യേക്ക് പോയാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡിൽ കൂടിയല്ലേ ഒഴുക്കുക. നല്ല ഫ്രഷ് വെള്ളത്തിലേക്കൊന്നും നമ്മൾ വേസ്റ്റ് എന്താക്കൂല, ചേർക്കാറില്ലല്ലോ. അപ്പോൾ വേസ്റ്റുകൾ ഇങ്ങനെ ഒരു വേസ്റ്റായി തന്നെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. പറയുന്നവരും കുത്തുന്നവരും കുത്തിക്കൊണ്ടേയിരിക്കും. MS എന്തായാലും പ്രഡിക്ഷനും നിർത്താൻ പോകുന്നില്ല, പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് നിർത്താൻ പോകുന്നില്ല. പിന്നെ തലേ ദിവസം ഒറ്റയടിക്ക് വന്നിട്ടല്ല MS ലൈവ് ചെയ്യാറുള്ളതെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കറിയാലോ. MS-ൻ്റെ ലൈവ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെല്ലടോ ഡേഞ്ചറസ്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെല്ലിയപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത്, ഇതന്നെ കുട്ടി പറഞ്ഞോട്ടെ, കമൻറ്റ് ചെയ്ത്, സാർ ആരോ മരിച്ചാലല്ലേ ഇത് ചെല്ലുള്ളൂ, ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടാൽ ചെല്ലേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾ എന്തിനാ മൂപ്പരെ നേരത്തെ മരിപ്പിക്കുന്നത്? അപ്പോൾ അത് അപായ സൂചനകൾക്കൊക്കെ അത് ചെല്ലണം എന്നുള്ളത് നമ്മളൊരു മതസംസ്കാരമാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. പ്രഡിക്ഷനോ പക്കാ ഷുവർ ക്വസ്റ്റ്യനോ ഒന്നുമല്ല MS ആദ്യമേ തുടങ്ങിയത്. MS-ൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം. ഓരോ ചാപ്റ്റേഴ്സും ഫുള്ളായിട്ട് സിലബസ് റിവിഷൻ ചെയ്ത് പലരും എൻ്റെ കമൻറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലെ കമൻറ്റിൽ, സാർ എല്ലാവരും ഇപ്പോൾ ലൈവുകളൊന്നും ചെയ്യുന്നില്ല, സാറ് മാത്രമാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് എപ്പോഴും, അതായത് നിങ്ങളെടുത്ത് നോക്കടാ, ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ട ലൈവുകൾ ഏറ്റവും കൂടുതൽ തന്നത് MS സൊല്യൂഷനാണ്. അത് എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഞാനിവിടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പുറത്ത് ബാച്ചിൻ്റെ ബിസിനസ്സായിരുന്നു. ഞാനിവിടെ കുട്ടികൾക്ക്, അതായത് പബ്ലിക് ലൈവിലേക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ച ഞാൻ, ചൊവ്വാഴ്ച നേഹാമിസ്, ബുധനാഴ്ച ബോട്ടണിൻ്റെ നമ്മുടെ നബ്ഹാൻ സാർ, വ്യാഴാഴ്ച സൈനു സാർ, അങ്ങനെ ഓരോ ആഴ്ചകളിലും ഓരോ ചാപ്റ്ററുകൾ തന്ന്, അത് ഒന്നാമത്തെ ചാപ്റ്റർ മാത്രമല്ല, ലൈവ് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ ചാപ്റ്ററുകളുടെയും ലൈവുകൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ SSLC-യുമായി ബന്ധപ്പെട്ട ലൈവ് ഏറ്റവും കൂടുതൽ തന്നത് ഞാനാണ് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഞാൻ ആ ലൈവ് കൊടുക്കുന്ന, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ജൂണിലും ജൂലൈയിലും ഒക്കെ ആരും ലൈവുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എടുത്തു നോക്കാം, ആ സമയത്തൊക്കെ ഇപ്പുറത്ത് മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഞാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എനിക്കറിയാം ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവർ ബാച്ചിൽ ജോയിൻ ചെയ്യും. പബ്ലിക് ലൈവിൽ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളല്ലേ പറയുള്ളൂ, ഏറ്റവും ഡീറ്റെയിൽ
ആയിട്ടൊന്നും പറയൂലല്ലോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോലും കുട്ടികൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ടേ. പബ്ലിക് ലൈവിലേക്ക് നമ്മൾ ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസാണ് ചെയ്യുക. പക്ഷേ ആപ്പിൽ അങ്ങനെയല്ല. ആപ്പിൽ ഓരോ ചാപ്റ്ററിൻ്റെയും തിയറികൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹെഡിങ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് സീരീസും പാരലും വെക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കാണാൻ പറ്റും. ആ ഭാഗത്തുള്ള ചോദ്യങ്ങൾ PYQ എല്ലാം കിട്ടും. 2019 തൊട്ട് 24 സേ എക്സാം വരെയുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും ടീച്ചേഴ്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് റിവിഷൻ. നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ നാളെ എക്സാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് ചാപ്റ്റർ കണ്ടു തീർക്കണമെങ്കിൽ അതിനുള്ള വൺ ഷോട്ട് റിവിഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു യൂണിറ്റ് എക്സാം സ്കൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ആ ഒരു ആപ്പിലേക്ക് കയറിയിട്ട് യൂണിറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് ഡൗട്ട് തീർക്കണമെങ്കിൽ അവിടെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ട്, പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. ഇതൊക്കെ ആപ്പിൽ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്യൂബിലേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം എക്സാമിൻ്റെ തലേന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഡിക്ഷൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ സമയവും കടന്നു പോകും. MS നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി നിങ്ങൾ പോയ അടുത്ത ബാച്ച് വരുമ്പോൾ അവർ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി +1 ചാനലുണ്ട്, എല്ലാം റെഡിയാണ്. അപ്പോൾ MS-നെ വിശ്വസിക്കുന്ന കുട്ടികളോട് എനിക്ക് വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാര്യം 50% ഓഫർ ഇതാ ഇന്ന് ഞായറാഴ്ച 10 മണി വരെയുള്ളൂ കേട്ടോ. സോ ഈ 3 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഈ വാട്സപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, പെട്ടെന്ന് റിപ്ലൈ കിട്ടും കേട്ടോ. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.